ഞാനിന്നേ ഒരു ആണിത്തോരൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ, പണ്ടുള്ള അമ്മച്ചിമാരെല്ലാം ഇങ്ങനെ ആണിത്തോരൻ വയ്ക്കുമായിരുന്നു. ഒരു കപ്പയെങ്കിലും കിട്ടുവാണെങ്കിൽ അവർ അന്ന് അത് ഒരു തോരൻ ആക്കുമായിരുന്നു. ഇതാണ്ടോ എൻ്റെ അമ്മയൊക്കെ വയ്ക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ നീളത്തിന് വേണം ഈ കപ്പ അരിഞ്ഞെടുക്കാനായിട്ട്. ഇങ്ങനെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് അവിച്ചെടുക്കണം. ഒരുപാട് സമയം തിളയ്ക്കണ്ട, കാരണം എങ്കിൽ കപ്പ വെന്ത് ചീഞ്ഞു പോകും. അപ്പോൾ 1-2 തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് വാർത്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഒരു പാത്രത്തിലാക്കി ഗ്യാസിലോട്ടൊന്ന് വയ്ക്കട്ടെ. ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം വേണം. ഇച്ചിരി കൂടുതൽ വെള്ളം ആയാലും കുഴപ്പമില്ല. ഇനി ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാവേ. കപ്പ തിളയ്ക്കുന്ന സമയം നമുക്ക് ഒരു കൂട്ടുണ്ടാക്കാം. ഇച്ചിരി ഒരു 1/4 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഒരല്ലി വെളുത്തുള്ളി, അല്പം കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ തോരത്തിന് അരയ്ക്കുന്നത് പോലെ ജീരകം അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ വെളുത്തുള്ളി എന്തായാലും മസ്റ്റായിട്ട് അരയ്ക്കണം. അപ്പം ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. സാധാരണ തോരത്തിന് അരയ്ക്കുന്നത് പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. നമുക്ക് കപ്പ എന്തായി എന്ന് നോക്കാം. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ്ടോ, ഇത്രയും തിളച്ചാൽ മതി. വെന്ത് ചെയ്യേണ്ട. ഇങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ തോരത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഊറ്റിയെടുക്കാം. ഒരല്പം പോലും വെള്ളമില്ലാതെ ഊറ്റി എടുക്കാം. വെള്ളമെല്ലാം ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് അതിലോട്ടൊന്ന് തട്ടാം. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഒരു കാരണവശാലും തീ കൂട്ടി വെക്കരുത്, കാരണം വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. നമ്മൾ നല്ലവണ്ണം ഡ്രൈ ആയി എടുത്തിട്ടുണ്ടത്. ഇത് ഒരു 2 മിനിറ്റ് 2 മിനിറ്റൊന്നും വേണ്ട, 1 മിനിറ്റ് മതി. ഇതൊന്ന് നമുക്ക് കൂട്ടൊന്ന് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. കൂട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ട അടിപൊളി തോരൻ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കപ്പ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കുക. ഉപ്പൊന്നും ഇനി ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇത് അവിക്കാൻ വെച്ചപ്പോൾ തന്നെ നമ്മൾ ഉപ്പ് ഇട്ടിരുന്നു. അതുകൊണ്ട് ഉപ്പിൻ്റെ ഒന്നും രണ്ടാമത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൂട്ട് മാത്രം ഇട്ട് നോക്കിക്കേ, നല്ല അടിപൊളി ആണിത്തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരിക, അതെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.